സഭാധ്യക്ഷന്മാരെയും ക്രൈസ്തവ ഭവനങ്ങളെയും ലക്ഷ്യമിട്ട് ബി.ജെ.പിയുടെ സ്നേഹയാത്ര വീണ്ടും എത്തുന്നു. ക്രിസ്തുമസ് കേക്കുമായുള്ള യാത്ര വോട്ടുറപ്പിക്കാനെന്ന് വ്യക്തം. ക്രൈസ്തവ സഭകളുടെ പിൻബലത്തോടെ തൃശൂർ കോർപ്പറേഷൻ പിടിക്കാൻ ബി.ജെ.പി. അണിയറ നീക്കങ്ങളുമായി കേന്ദ്രമന്ത്രിമാരായ ജോർജ് കുര്യനും സുരേഷ് ഗോപിയും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയിലൂടെ തൃശൂരിൽ നേടിയ ഉജ്ജ്വല വിജയം വീണ്ടും ആവർത്തിക്കാൻ കരുക്കൾ നീക്കി ബി.ജെ.പി. നേതൃത്വം. തൃശൂരിൽ ക്രൈസ്തവ വിഭാഗങ്ങളുടെ പിന്തുണ നേടാൻ കഴിഞ്ഞതാണ് വിജയം സുനിശ്ചിതമാക്കിയ നിർണായക ഘടകമെന്ന് ബി.ജെ.പി. നേതൃത്വത്തിന് നന്നായി അറിയുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ കൂടി ലക്ഷ്യമിട്ടുകൊണ്ടുള്ള തിരക്കിട്ട നീക്കങ്ങളാണ് ബി.ജെ.പി. ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ക്രൈസ്തവ സഭാ നേതൃത്വങ്ങളുടെ പിന്തുണ നേടിയാൽ തൃശൂർ കോർപ്പറേഷന് പുറമെ തൃശൂരിലെ പല നിയമസഭാ മണ്ഡലങ്ങളും കൂടി സ്വന്തമാക്കാൻ കഴിയുമെന്ന വിശ്വാസമാണ് ബി.ജെ.പി. നേതാക്കൾക്കുള്ളത്. അതുപോലെ തന്നെ പാലക്കാട്, ആലപ്പുഴ, തിരുവനന്തപുരം തുടങ്ങിയ ഇടങ്ങളിലും ക്രൈസ്തവ പിന്തുണ വലിയ തോതിൽ സഹായിച്ചിട്ടുണ്ട് എന്ന കണക്കുകൂട്ടലാണ് ബി.ജെ.പി. കേന്ദ്ര നേതൃത്വത്തിനുമുള്ളത്. ക്രൈസ്തവ സഭാധ്യക്ഷന്മാരുമായുള്ള ബന്ധങ്ങൾ കൂടുതൽ ഊഷ്മളമായി തുടരണമെന്ന നിർദ്ദേശം സംസ്ഥാന നേതൃത്വത്തിന് അവർ നൽകിയതും അതുകൊണ്ട് തന്നെയാണ്. ഈ വരുന്ന ക്രിസ്തുമസ് നവവത്സര കാലത്ത് ക്രൈസ്തവ ഭവനങ്ങളും ആരാധനാ കേന്ദ്രങ്ങളും സന്ദർശിക്കാനായി ബി.ജെ.പി. നേതൃത്വം തെരഞ്ഞെടുത്തതിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ തന്നെയാണുള്ളത്. കഴിഞ്ഞ തവണ ബി.ജെ.പി. നേതാക്കൾ ക്രിസ്തുമസ് കേക്കുമായി മതാധ്യക്ഷന്മാരെ സന്ദർശിക്കാൻ എത്തിയതിനെ നിശിതമായി വിമർശിച്ചവരാണ് മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ. എന്നാൽ തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ബി.ജെ.പിക്ക് അനുകൂലമായി ക്രൈസ്തവ കേന്ദ്രങ്ങളിൽ നിന്നും വോട്ടുകൾ ഒഴുകിയത് അക്ഷരാർത്ഥത്തിൽ അവരെ ഞെട്ടിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ കേക്കും കൊണ്ട് ബി.ജെ.പി. നേതാക്കൾ അടുത്ത സ്നേഹയാത്രയ്ക്ക് ഒരുങ്ങുന്നതിനെ അത്യധികം ആശങ്കയോടെയാണ് എൽ.ഡി.എഫ്, യു.ഡി.എഫ് മുന്നണികൾ ഉറ്റുനോക്കുന്നത്. വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ക്രൈസ്തവ മേഖലയുടെ പിൻബലം ഗുണകരമായി മാറുമെന്നാണ് ബി.ജെ.പി. നേതൃത്വം കണക്കുകൂട്ടുന്നത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ക്രൈസ്തവ അനുകൂല അന്തരീക്ഷം കേരളത്തിൽ സൃഷ്ടിക്കാൻ ബി.ജെ.പി. നേതൃത്വം കഠിനാധ്വാനം ചെയ്യുന്നതിലെ ലക്ഷ്യവും ഇതുതന്നെയാണ്. ഇതര പാർട്ടികളിൽ നിന്നും ബി.ജെ.പിയിലെത്തുന്ന ക്രൈസ്തവ വിശ്വാസികൾക്ക് വലിയ അംഗീകാരങ്ങളും സ്ഥാനമാനങ്ങളും നൽകുന്നതിലും വിശേഷാവസരങ്ങളിൽ നേതാക്കൾ അരമനകളും ക്രൈസ്തവ ഭവനങ്ങളും സന്ദർശിക്കുന്നതുമെല്ലാം ഈ വിധം അജണ്ടകളുടെ ഭാഗവുമാണ്. ആദ്യകാലത്ത് ഈ വിധം നീക്കങ്ങളുമായി സംസ്ഥാന ബി.ജെ.പി. നേതാക്കൾ രംഗത്തെത്തിയപ്പോൾ വിവിധ കോണുകളിൽ നിന്നും ഉയർന്നത് വലിയ പരിഹാസമായിരുന്നു. എന്നാൽ അതൊരു വലിയ രാഷ്ട്രീയ നീക്കമായിരുന്നുവെന്ന് പരിഹസിച്ചവർക്ക് വൈകാതെ തിരിച്ചറിയേണ്ടതായും വന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ പതിവിന് വ്യത്യസ്തമായി പല ക്രൈസ്തവ കേന്ദ്രങ്ങളിലും ബി.ജെ.പിക്ക് അനുകൂലമായ അടിയൊഴുക്കുകൾ ഉണ്ടായി. തൃശൂരിൽ സുരേഷ് ഗോപിയെ വിജയപഥത്തിലെത്തിക്കാൻ ക്രൈസ്തവ കേന്ദ്രങ്ങൾ വഹിച്ച പങ്ക് എടുത്തു പറയേണ്ടതുമാണല്ലോ. ക്രൈസ്തവ സാമുദായിക അന്തരീക്ഷത്തിൽ വേരുകൾ ആഴ്ത്തി നിലനിന്നിരുന്ന കേരള കോൺഗ്രസിന്റെ ശക്തി ക്ഷയിച്ചു തുടങ്ങിയതും കേന്ദ്രമന്ത്രിസഭയിൽ അവർക്ക് കാര്യമായ സ്വാധീനം ചെലുത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായതുമെല്ലാം ക്രൈസ്തവ മതാധ്യക്ഷന്മാരെ മാറി ചിന്തിപ്പിക്കാൻ ഇടയാക്കിയെന്നതാണ് യാഥാർത്ഥ്യം. ദേശീയ തലത്തിൽ തുടർച്ചയായി അധികാരം നഷ്ടപ്പെട്ടതിനാൽ കോൺഗ്രസ് നേതൃത്വത്തിനും അരമനകളുടെ ആവശ്യങ്ങളിൽ ഫലപ്രദമായി ഇടപെടാൻ കഴിഞ്ഞിരുന്നില്ല എന്നതും ഇതോടൊപ്പം ചേർത്ത് കാണേണ്ടതുണ്ട്. ജോസ് കെ മാണിയെ ഒപ്പം നിർത്തിക്കൊണ്ട് CPM നേതാക്കൾ നടത്തിയ നീക്കങ്ങൾക്കാകട്ടെ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞതുമില്ല. ഈയൊരു രാഷ്ട്രീയ സാഹചര്യത്തെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞു എന്നതാണ് ബി.ജെ.പി. നേതൃത്വത്തിന്റെ പ്ലസ് പോയിന്റ്. നരേന്ദ്രമോദി മന്ത്രിസഭയിൽ ജോർജ് കുര്യനെ അംഗമാക്കിയതുപോലും വ്യക്തമായ കണക്കുകൂട്ടലുകളോടെയായിരുന്നു. മണിപ്പൂരിലും മറ്റും നടക്കുന്നത് ബി.ജെ.പിയുടെ ക്രൈസ്തവ വിരുദ്ധ നിലപാടുകളാണെന്ന എൽ.ഡി.എഫ്, യു.ഡി.എഫ് മുന്നണികളുടെ പ്രചരണങ്ങളെ കേരളത്തിലെ അരമനകൾക്ക് പ്രതിരോധിക്കാൻ കഴിഞ്ഞതും ബി.ജെ.പി. സംസ്ഥാനത്ത് കൈക്കൊള്ളുന്ന അനുകൂല നിലപാടുകളെ ഉയർത്തി കാണിച്ചു തന്നെയാണ്. ഈയൊരു രാഷ്ട്രീയ സാഹചര്യത്തെ ഫലപ്രദമായി വിനിയോഗിക്കാനുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ തന്നെയാണ് ബി.ജെ.പി. നേതൃത്വം തുടർന്നും ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണ എന്നതുപോലെ ഈ ക്രിസ്തുമസ് കാലത്തും പ്രധാനമന്ത്രിയുടെ ആശംസയും കേക്കുമായി നേതാക്കളും പ്രവർത്തകരും അരമനകളും ക്രൈസ്തവ ഭവനങ്ങളും കൂടുതൽ വിപുലമായി സന്ദർശിക്കും. സീറോ മലബാർ സഭ ആസ്ഥാനമായ സെന്റ് തോമസ് മൗണ്ടിൽ നിന്നുമാണ് കഴിഞ്ഞ തവണ ബി.ജെ.പി. അധ്യക്ഷൻ കെ. സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ സ്നേഹയാത്രയ്ക്ക് തുടക്കമിട്ടത്. അന്ന് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുമായി സുരേന്ദ്രൻ നടത്തിയ കൂടിക്കാഴ്ച വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴി തുറക്കുകയും ചെയ്തിരുന്നു. ഇത്തവണ ക്രിസ്തുമസ് നവവത്സര ആശംസകളുമായി സ്നേഹ സന്ദേശയാത്ര നടത്തുമ്പോൾ ബി.ജെ.പിക്ക് അനുകൂല ഘടകങ്ങൾ ഏറെയാണ്. ജോർജ് കുര്യനെ പോലെ ഒരു ക്രൈസ്തവ വിശ്വാസിക്ക് ലഭിച്ച കേന്ദ്രമന്ത്രി സ്ഥാനം തന്നെയാണ് അതിൽ പ്രധാനം. മറ്റൊന്ന്, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ വിജയത്തിൽ ക്രൈസ്തവ കേന്ദ്രങ്ങൾ വഹിച്ച പങ്കിനെ ബി.ജെ.പി. നേതൃത്വം വലിയ തോതിൽ അംഗീകരിക്കുന്നുവെന്നതുമാണ്. മണിപ്പൂർ പോലെയുള്ള വിഷയങ്ങൾ ദേശീയ തലത്തിൽ നിലനിൽക്കുന്നില്ല എന്നതും വലിയ ആശ്വാസമാണ് നേതാക്കൾക്ക് നൽകുന്നത്. ഉടൻ നടക്കാനിരിക്കുന്ന ബി.ജെ.പി. പുനഃസംഘടനാ വേളയിൽ ജില്ലാ ഭാരവാഹിത്വത്തിലടക്കം
കൂടുതൽ ക്രൈസ്തവ പ്രതിനിധികൾക്ക് പ്രാതിനിധ്യം നൽകാനുള്ള നീക്കമാണ് BJP നടത്തുന്നത്. ജില്ലാ പ്രസിഡന്റുമാരുടെ എണ്ണം 30 ഉയർത്താൻ തീരുമാനിച്ചതുപോലും ഈ ലക്ഷ്യം മുൻനിർത്തിയായിരുന്നു. BJP നടത്തുന്ന ഈ വിധം ക്രൈസ്തവ പ്രീണന നയങ്ങളെ അത്യധികം ആശങ്കയോടെയാണ് CPM കോൺഗ്രസ് മുന്നണികൾ നോക്കിക്കാണുന്നത്. കഴിഞ്ഞ ക്രിസ്തുമസ് കാലത്ത് BJPയുടെ സ്നേഹയാത്രയെ പുച്ഛിച്ചു തള്ളിയവർക്ക് ഇത്തവണ അതിന് കഴിയില്ലെന്നത് വ്യക്തമാണ്. കാരണം അത്രമേൽ ശക്തമായ തിരിച്ചടികളാണല്ലോ അതിനെ തുടർന്ന് അവർക്ക് ലഭിച്ചത്. ക്രൈസ്തവ മതാധ്യക്ഷന്മാർ BJPക്ക് അനുകൂലമായി ചിന്തിക്കുന്നത് വലിയ തിരിച്ചടിയായി മാറാൻ പോകുന്നത് കോൺഗ്രസിന് തന്നെയാണ്. കാരണം അടിയൊഴുക്കുകൾ ഏറെയുണ്ടാകുന്നത് അവരുടെ പരമ്പരാഗത വോട്ട് ബാങ്കിലായിരിക്കുമെന്നത് വ്യക്തം. കൂടാതെ ഇടതുപക്ഷവും ഈ നീക്കത്തെ ഉള്ളുകൊണ്ട് ഭയക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ക്രിസ്തുമസ് കേക്കും കൊണ്ട് BJP നേതാക്കൾ നടത്താനൊരുങ്ങുന്ന സ്നേഹയാത്രയെ അത്യധികം പ്രാധാന്യത്തോടെയാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്നത്.